ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മെയ് 17 തിരുസഭ നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിന്റെ 13 അധ്യായത്തിൽ അന്ത്യത്താഴ സംഭവങ്ങളുടെ വിവരണശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോയുടെ സുദീർഘമായ ഒരു പ്രഭാഷണമാണ് നാം കാണുക. ദൈവാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണ് ഈ പ്രഭാഷണത്തിലെ ഓരോ വാക്യവും. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട ശിഷ്യരാണ് ഈ പ്രഭാഷണത്തിന്റെ ശ്രോതാക്കൾ. പരിശുദ്ധ കുർബാനയിൽ കൗതാശികമായി അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ വഴി മുന്തിരിച്ചെടിയും ശാഖകളും എന്നീ ചിത്രങ്ങളാൽ ഈശോ തന്റെ ശിഷ്യഗണത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നാൽ ലോകത്താദ്യമായി പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട ആ ചെറു സമൂഹത്തിന് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യവും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നടക്കുന്ന ദൈവ ഐക്യവും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ ബുദ്ധിയും മനസ്സും മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു എന്ന് ഈശോ പറയുമ്പോഴും കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക എന്നാണ് ഫിലിപ്പോസ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തോട് ഈശോ പ്രത്യുത്തരിക്കുന്നത് ചങ്കിൽ തറയ്ക്കുന്ന ഒരു ചോദ്യവുമായാണ്. ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ? പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വലിയ മനോവ്യത നാം കാണുന്നുണ്ട്. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ദൈവത്തിങ്കിലേക്ക് തന്നെ തിരികെ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതും എത്രയോ അർത്ഥശൂന്യമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അറിയാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും എന്നതും നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഈശോ ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യം നാം ഓരോരുത്തർക്കും നേരെ തന്നെയുള്ളതാണ്. ഇക്കാലമത്രയും ഞാൻ നിന്നോടുകൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? വചനത്തിലും ദിവ്യകാരുണ്യത്തിലും ഈശോയെ അടുത്തനുഭവിച്ചിട്ടും നാം ഈശോയെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. അറിയുക എന്നത് ഭൗതിക തലത്തിൽ മാത്രം തങ്ങി നിൽക്കാതെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. പലപ്പോഴും ദൈവത്തോട് വ്യക്തിപരമായ സംഭാഷണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പേടിയാണ്. ദൈവത്തെ ദൂരെ എങ്ങോ മാറി നിന്ന് നമ്മെ വീക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി മാത്രം ഒതുക്കി നിർത്താനാണ് നമുക്കിഷ്ടം. എന്നാൽ നമ്മോടുള്ള സ്നേഹത്തോളം തിരുവോസ്തിയോളം ചെറുതായി നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹിതനാണ് ദൈവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ത്യത്താഴവേളയിലെ ആദ്യ പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന് ആ മിടിക്കുന്ന ഹൃദയത്തിൻ്റെ സ്നേഹച്ചൂട് അനുഭവിച്ച യോഹന്നാൻ താൻ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിച്ച ഈശോയെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ട്. ഈ ആഴമുള്ള അറിവാണ് യൂദാസ് ഒറ്റിക്കൊടുത്തിട്ടും പത്രോസ് തള്ളിപ്പറഞ്ഞിട്ടും മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചിട്ടും കുരിശിൻ ചുവട് വരെ ഈശോയെ അനുഗമിക്കാൻ യോഹന്നാനെ പ്രാപ്തനാക്കിയത്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ അറിവിൽ ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്ന ഈശോയോടൊത്ത് നിശബ്ദതയിൽ സമയം ചെലവിടാനും ഹൃദയ സംഭാഷണം നടത്താനും അനുദിനം 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.